യുണൈറ്റഡ് ഇൻസൈറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടേബിളിന്റെ താഴെയുള്ള ടീമുകൾക്കെതിരെ നമ്മളുടെ സമനില തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാന തിരക്കഥ എന്ന രീതിയിൽ ബേൺലിക്കെതിരെ 2-2 സമനില പിടിച്ചു നമ്മൾ. അമോറിമ് പോയി, ഇപ്പോൾ ഇന്ററിം മാനേജറായിട്ട് ഫ്ലെച്ചർ വന്നു. നമ്മുടെ 3-at-back സിസ്റ്റം, അമോറിമ് കൊണ്ടുവന്ന 3-at-back സിസ്റ്റം വീണ്ടും നമ്മുടെ തനത് ശൈലിയിൽ 4-at-back സിസ്റ്റം കളിക്കുന്ന അതേ രീതിയിലേക്ക് മാറി ഇന്നലെ. അപ്പോൾ 4-at-back സിസ്റ്റത്തിൽ നമ്മൾക്ക് മിഡ്ഫീൽഡേഴ്സ് അത്യാവശ്യമാണെന്നുള്ളത് ഇന്നലെ വീണ്ടും തെളിയിച്ചു. ഇനിയിപ്പോൾ ഈ ചെറിയ ടീമുകൾക്കെതിരെ നമ്മൾക്ക് ജയിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് വരുന്ന സിറ്റിക്കെതിരെയും പിന്നെ ആർസനലിനെതിരെയും അങ്ങനെ തുടരെ ന്യൂകാസലിനെതിരെ, ക്രിസ്റ്റൽ പാലസിനെതിരെ എല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടീമുകൾക്കെതിരെയാണ് കളി വരുന്നത്. അതിലെല്ലാം ഈ 4-at-back സിസ്റ്റത്തിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ സീസൺ, അടുത്ത സീസൺ വരെയൊക്കെ ഇനിയിപ്പോൾ കളിക്കാരെ ആരെയും ഇവർ റിക്രൂട്ട് ചെയ്യുന്നുള്ളത് പ്രതീക്ഷിക്കേണ്ട. ഈ ജനുവരി വിൻഡോയിൽ എന്തെങ്കിലും അവർ എക്സ്ക്യൂസ് പറഞ്ഞ് നമ്മളെ ഫാൻസിനെ കണ്ണിൽ പൊടിയിടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇപ്പം പറയാനുണ്ടാവുക, ഇനി അടുത്ത ജൂണിൽ പുതിയ മാനേജർ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല മിഡ്ഫീൽഡർ എല്ലാം കൊണ്ടുവരാം, തൽക്കാലം ഈ ടീമിനെ വെച്ച് കളിക്കുക എന്നുള്ളത്. എന്തായാലും ഈ ടീമിനെ വെച്ചിട്ടാണ്, ഈ മിഡ്ഫീൽഡിനെ വെച്ചിട്ടാണ് കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വീണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നുള്ളത് ഷുവറാണ്. ഇപ്പം 7-ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. ബ്രൻഫോർഡ് വളരെ അടിപൊളിയായിട്ട് കളിച്ചിട്ട് ഇപ്പോൾ 5-ാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുക. അതേപോലെ തന്നെ എത്രയോ താഴെയുണ്ടായ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നിന്ന ന്യൂകാസിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുക, നല്ല രീതിയിൽ കളിക്കുന്നു. അവർ ബാഡ്ജിന് വേണ്ടി കളിച്ചിട്ട് ഇന്നലെ ജയിച്ചു. നമ്മൾക്ക് അങ്ങനത്തെ ഒരു പ്ലെയേഴ്സ് ഇല്ല. അതാണ് നമ്മുടെ ഇപ്പം ബാഡ്ജിന് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലെയേഴ്സ് ഇല്ല. അതാണ് നമ്മളിപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം. എന്തായാലും സെസ്കോ 2 ഗോൾ അടിച്ചു, ഫോമിലേക്ക് തിരിച്ചു വന്നേക്കാം. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. ഈ ഞായറാഴ്ച എന്തായാലും ബ്രൈറ്റനെതിരെ കളിയുണ്ട്. വെർട്ടിക്കൽ ഫുട്ബോൾ കളിക്കുന്ന ടീമാണ് ബ്രൈറ്റൺ. വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഈ 4-at-back സിസ്റ്റം അല്ലാണെങ്കിൽ അവർ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യാതൊരു പണിയില്ല. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ബ്രൈറ്റനെതിരെയുള്ള മാച്ചിൽ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾക്ക് കണ്ടറിയാം. അപ്പോൾ നമ്മൾ മാച്ചിലേക്ക് കടക്കുകയാണെങ്കിൽ, മാച്ചിൽ യുണൈറ്റഡ് മോശമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇന്നലെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായത്. ഏകദേശം 65% യുണൈറ്റഡിന് ബോൾ പൊസിഷൻ ഉണ്ടായത്, ബേൺലിക്ക് 35%. പിന്നെ 30 ഷോട്ടുകളാണ് യുണൈറ്റഡ് എടുത്തിട്ടുണ്ട്, 30 ഷോട്ടുകൾ. അതിൽ 10 യുണൈറ്റഡ് ഓൺ ടാർഗറ്റിലേക്ക് അടിച്ചു. ബേൺലിക്ക് അടിക്കാൻ പറ്റിയത് 7 ഷോട്ട്. അതിൽ ഒരേ ഒരു ഷോട്ട് മാത്രമാണ് ഓൺ ടാർഗറ്റിലേക്ക് പോയത്. അതാണ് ഗോളായത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇത്രയും ഷോട്ടുകൾ എടുത്തിട്ട് ഒരു 3-4 ഗോൾ അടിക്കേണ്ട ഒരു ചാൻസസ് യുണൈറ്റഡ് ഉണ്ടായിരുന്നു. അത് യുണൈറ്റഡിന് ക്ലിനിക്കല്ലാത്തതുകൊണ്ടും പിന്നെ കുറച്ച് ഭാഗ്യമില്ലാത്ത പ്രശ്നങ്ങളും യുണൈറ്റഡിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായി. അതിന് ഏറ്റവും ഉദാഹരണമാണ് ലാസ്റ്റ് ലേസി എടുത്ത ആ ഷോട്ട്, അത് ബാറി തട്ടിപ്പോയത്. അങ്ങനെയൊക്കെ ആയില്ല. യുണൈറ്റഡിന്റെ ലൈനപ്പിൽ വരുവാണെങ്കിൽ ലൂക്ക് ഷോ, മാർട്ടിനസ്, ഹെവൻ, ഡാലോട്ട് ഇവരാണ് 4-back ആയിട്ടുണ്ടായത്. പിന്നെ ലാമൻസ് ഗോൾ കീപ്പർ. പിന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായിട്ട് ഉഗാർത്തെ, കസമീറോ ഇവരാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടുണ്ടായത്. പിന്നെ ബ്രൂണോനെ ഇപ്പോൾ നമ്പർ 10 തന്നെ പ്രൊമോട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇന്നലത്തെ കളിയിൽ ബ്രൂണോ തിരിച്ചു വന്നു നമ്പർ 10 റോളിൽ. ലെഫ്റ്റ് സൈഡിൽ കളിക്കുന്നുണ്ടായത് ഡോർഗു, റൈറ്റ് സൈഡിൽ കളിക്കുന്നുണ്ടായത് കൂഞ്ഞ വളരെ മോശമായിരുന്നു, പെർഫോമൻസ് വളരെ മോശമായിരുന്നു. പിന്നെ സെസ്കോ സ്ട്രൈക്കറായിട്ട്. അപ്പോൾ കളി ആരംഭിച്ച് അറ്റാക്ക് അങ്ങും മോശമില്ലാത്ത രീതിയിൽ തന്നെ 2 ടീം കളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 10-15 മിനിറ്റോളം അതിൽ മെച്ചപ്പെട്ട കളി കളിച്ചത് ബേൺലി ആയിരുന്നു ആദ്യത്തെ
കുറച്ച് ടൈം. പിന്നെ പതിയെ യുണൈറ്റഡ് കൺട്രോളിലേക്ക് വരുമോ ചെയ്തേ. അപ്പോൾ ശരിക്കും ഫസ്റ്റ് ഗോള്, ബേൺലി അടിച്ച ഫസ്റ്റ് ഗോള് ഹെവൻ്റെ ഓൺ ഗോളായിരുന്നു. അത് ഹെവൻ മോശമില്ലാത്ത ഡിഫൻഡർ തന്നെയാണ്, ചെക്കനാണ്, അത് ഇമ്പ്രൂവ് ആയി വരേണ്ടതുണ്ട്. നല്ല നല്ല ഫ്യൂച്ചറുള്ള പ്ലെയർ തന്നെയാണ് അവൻ. പക്ഷെ അവൻ ഇന്നലെ ആ ചെറിയൊരു മിസ്റ്റേക്ക്, അതിന് ലീഡ്സിലും അവൻ്റെ ഒരു മിസ്റ്റേക്കിൽ തന്നെയാണ് ഗോള് വന്നത്. അപ്പം ഇത് ഇങ്ങനെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായി ഗോൾ വരുമ്പോൾ അത് പ്രശ്നം തന്നെയാണ്. അവനത് ശരിക്കും മുന്നിൽ പോയിട്ട് അത് ബ്ലോക്ക് ചെയ്യണ്ടേ, അതായത് ജമ്പ് ചെയ്ത് ബ്ലോക്ക് ചെയ്യേണ്ട ഇത് ഭയങ്കര കാഷ്വലായിട്ട് കാല് വെച്ചിട്ട് അത് അവൻ ക്രോസ് കൊടുത്തതാണ്. ആ ക്രോസ് ബേൺലി പ്ലെയർ ബാഷിർ എന്നാണ് അങ്ങനെ എന്തോ അവൻ്റെ പേര്, വിങ്ങറാണ്. അവൻ ജസ്റ്റ് ക്രോസ് കൊടുത്തത് ഇവൻ്റെ ഹെവൻ്റെ കാലിൽ തട്ടിയിട്ട് ജസ്റ്റ് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് പോസ്റ്റിലേക്ക് കയറാം. അങ്ങനെ അവർ 1-0 ലീഡ് എടുത്തത്. അതിനുശേഷം യുണൈറ്റഡ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കിട്ടിയ നല്ല 2 ചാൻസ് എന്ന് പറയുന്നത് അത് ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് ആയിരുന്നു ബേൺലി ചെയ്തിട്ടുണ്ടായത്. ഒരു കോർണറിൽ നിന്ന് കൂഞ്ഞക്ക് കിട്ടിയ ഒരു ഹെഡ്, അത് അവരെ ഒരു പ്ലെയർ ലൈനിൽ ക്ലിയർ ചെയ്തു. അതേപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ത്രൂ ബോൾ ഡോർഗുവിന് കൊടുത്തത്, ഡോർഗു ഒരു ചിപ്പ് ചെയ്തിട്ട് ഗോളാക്കാൻ ട്രൈ ചെയ്തത്, അതും അവർ ഗോൾ ലൈൻ ക്ലിയറൻസ്. അങ്ങനെ 2 ചാൻസ് ആയിരുന്നു ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായത്. അതിനുശേഷം സെക്കൻഡ് ഹാഫിലാണ് 50ാമത്തെ മിനിറ്റിൽ ഈ പറയും പോലെ സെസ്കോൻ്റെ ഗോൾ വരുന്നത്. ആ ഗോളിൽ ബ്രൂണോ ഫെർണാണ്ടസ്, നമുക്ക് ബ്രൂണോ ഫെർണാണ്ടസ് എന്ത് കുറ്റം പറഞ്ഞാലും അവൻ തന്നെയാണ് ക്രിയേറ്റീവ് ചീഫായിട്ടുള്ളത്, വേറെ ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക്. അപ്പോൾ അവൻ പറഞ്ഞ് കളിപ്പിക്കുക, അവൻ നല്ല ഐക്യൂ ഉണ്ട്, ഫുട്ബോൾ ഐക്യൂ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നല്ല അവൻ കറക്റ്റ് പാസും നല്ല വെയിറ്റിലാണ് ആ പാസ് കൊടുത്തത് ഷെഷ്കോന് ബോക്സിലേക്ക്. ഷെഷ്കോ സ്പോട്ടിൽ കിക്ക് എടുക്കുന്നു, ഗോളാക്കും. അങ്ങനെ 1-1 നമ്മൾ. പിന്നെ 60ാമത്തെ മിനിറ്റിൽ ഉഗാർത്തക്ക് കിട്ടിയ ബോള് ഉഗാർത്ത ജസ്റ്റ് ഫ്ലിക്ക് ചെയ്തിട്ട് ഡോർഗു ആണ് ഉഗാർത്തക്ക് കൊടുത്തത്. ഉഗാർത്ത ജസ്റ്റ് ഫ്ലിക്ക് ചെയ്തിട്ട് ഡോർഗുവിന് തന്നെ തിരിച്ചു കൊടുക്കുക. അതായത് ഡോർഗു റൺ ചെയ്ത് ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഒരു അടിപൊളി ഒരു ക്രോസ്, ആ ക്രോസ് ഷെഷ്കോ ജസ്റ്റ് ടാപ്പിൻ ചെയ്ത് ഗോളാക്കി. അങ്ങനെ 2-1 നമ്മൾ മുന്നിലെത്തി. നമ്മൾ കളി കൺട്രോളിലേക്ക് വന്നു എന്നുള്ള ഒരു തോന്നലുണ്ടാക്കിയൊരു നിമിഷമായിരുന്നത്. അതിന് ശേഷം 66ാമത്തെ മിനിറ്റിൽ അവരോട് സബ്ബായിട്ട് വന്ന പ്ലെയർ അവന് ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എത്ര ഫ്രീ ആയിട്ടാണ് അവിടെ മാർട്ടിനസ് ലൂക്ഷോവും അവനെ ഫ്രീ ആക്കി വിടുന്നത്. അത് ശരിക്കും അവിടെ ക്ലോസ് ഡൗൺ ചെയ്യേണ്ട ഇതായിരുന്നു. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവന് ഷോട്ട് എടുക്കുന്നു, ലാമൻസിനൊന്നും ചെയ്യാൻ പറ്റില്ല, അത് കേൾ ചെയ്ത് പോസ്റ്റിലേക്ക് കയറുക. അങ്ങനെ 2-2 അതിനുശേഷം പിന്നെ ഒരു 10-15 മിനിറ്റ് യുണൈറ്റഡ് എന്തോ ജയിച്ച പോലെയാണ് കളിക്കുന്നുണ്ടായി. വളരെ സ്ലോ ആയി, ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ അങ്ങനെ ജയിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലൊന്നുമില്ല. പിന്നെ അവരാണ് ജയിക്കണം എന്നുള്ള മെൻറ്റാലിറ്റി കളിക്കുന്നുണ്ടായി. അങ്ങനെ 2-2 കളി തീർന്നു. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, ഇനി എന്തൊക്കെ നടക്കുന്നുള്ളത്. ഇപ്പോൾ ഒലയും കാരിക്കും ചേർന്നുകൊണ്ട് മാനേജറുടെ അതായത് കോച്ചിങ് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലാണ് യുണൈറ്റഡ് എത്തിയെന്നുള്ള ഒരു ന്യൂസെല്ലാം കേൾക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊന്നും വ്യക്തമായിട്ട് അറിയില്ല, നോക്കാം ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കാൻ പോകുന്നത്. ഇവരെ പപ്പറ്റായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരിക, ഇവരെന്താണ് പറയുന്നത് അത് കേൾക്കുക. ഈ ജേസൺ വിൽക്കോക്സിനെ പിടിച്ച് ചവിട്ടി പുറത്താക്കണം. ഇവനൊക്കെ എന്തിനാണ്, എന്ത് ഫുട്ബോൾ ഡയറക്ടറാണ് ഇവനൊക്കെ, എന്താണെന്നും മനസ്സിലാവുന്നില്ല ഇവനൊക്കെ. കാരണം ഒരു എന്താ പറയണ്ട, ഇപ്പം 3-at-back ഫോർമേഷനിലേക്ക് കളിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കാം അമോറിമിനെ കൊണ്ടുവന്നത്. അതായത് മൊത്തം നമ്മുടെ ഒരു ഫോർമേഷൻ അല്ലാത്തൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന ഒരു കോച്ചിനെ മാക്സിമം ബാക്ക് ചെയ്ത് അവന് വേണ്ട പ്ലേയേഴ്സിനെ കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇതേപോലെ ഇനി പ്രശ്നം ഉണ്ടാക്കി ഇനിയിപ്പോൾ അടുത്ത ആളെ ആരെ കൊണ്ടുവരും അവനെ ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കി ഇനിയോസും കണക്കാണ് അവരെ റിക്രൂട്ട് ചെയ്തത്. ഒമർ ബറാഡേനെല്ലാം നമ്മൾ അത്രത്തോളം ഇപ്പം മാഞ്ചസ്റ്റർ സിറ്റിയിൽ അത്രത്തോളം നല്ല രീതിയിൽ വർക്ക് ചെയ്ത ചങ്ങായാണ്. ഇപ്പോൾ എന്താണ് അവിടെ കാണിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല. അവനൊന്നും പവർ ഇല്ല അവിടെ, ഒന്നും മനസ്സിലാവുന്നില്ല കറക്റ്റായിട്ട്. എന്തായാലും കാണാം കാത്തിരുന്ന്. ഇനിയിപ്പം ബ്രൈറ്റൻ്റെ കളി വരുന്നുണ്ട്, ഇത് കഴിഞ്ഞ പാട് നെക്സ്റ്റ് വീക്ക് സിറ്റിയുടെ കളി വരുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് ആർസണലിൻ്റെ കളി വരുന്നുണ്ട്. ഇതിലൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ അടുത്ത ബ്രൈറ്റനെതിരെയുള്ള ഈ സൺഡേയിൽ ഉള്ള കളിയുടെ ടാക്ടിക്സ് എല്ലാമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.